നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത് ഒരു അപ്രതീക്ഷിതമായ ഒരു ട്രെൻഡാണ്. മുഖ്യമന്ത്രി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി പുറകെയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലും കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥികൾ ഞങ്ങൾ കാണുന്നത് വലിയ ഒരു വമ്പിച്ച ഭൂരിപക്ഷമാണ് കാണുന്നത്. ഇപ്പൊ 90 പറയുന്നത്. 90 സീറ്റുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 2001 ശേഷം 50 സീറ്റ് ഒരിക്കലും CPM തോറ്റിട്ടുണ്ടായിരുന്നില്ല. 50 സീറ്റിൽ 2001 മുതൽ 50 സീറ്റ് തോറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിലത്തെ ചില സീറ്റുകളിൽ തോൽവി വരാൻ പോകുന്നുണ്ട്. ഇതൊരു അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ്. കാണുന്നു. നമ്മുടെ കേരള വോട്ടേഴ്സ് ഭയങ്കര ബുദ്ധിജീവികൾ. അവർക്ക് നല്ലോണം അറിയാം. അവർ പറയുന്നത് ഞങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടപ്പെട്ടില്ലേ, അദ്ദേഹത്തിന് വോട്ട് കൊടുത്താൽ ഈ ദുർഭരണം തുടരുമോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കില്ല. അങ്ങനെ ചില പോപ്പുലറായിരിക്കുന്ന മന്ത്രിമാരും LDF സ്ഥാനാർത്ഥികളും പുറകെയാണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്ദേശം ഇതുതന്നെയാണ്. ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഈ ഭരണത്തിനെ മാറ്റണമെന്നാണ് അവർ ആഗ്രഹം. ഇതൊരു വോട്ട് ഭരണമാറ്റത്തിന് തന്നെയാണ്. ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് പുതിയ വികസനവും പുതിയ രീതിയിൽ ഭരണം കാണാനാണ് ജനങ്ങൾ അതൊക്കെ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ നോക്കാം. എല്ലാ ജയിച്ച MLA-മാരെയും കോൺഗ്രസ് അധ്യക്ഷൻ പിന്നെ ഡൽഹി ഹൈക്കമാൻഡ് തീരുമാനം. നമുക്ക് ഒരു 0 സീറ്റുള്ള ഒരു പാർട്ടിക്ക് 1, 2, 3 കിട്ടിയാൽ അത് കേരളത്തിൽ ഭരണത്തിൽ വല്ല മാറ്റം കൊണ്ടുവരും. ഇതെന്റെ അഭിപ്രായത്തിൽ വലിയ ചിന്ത ചെയ്യാനോ വലിയ സംസാരിക്കാൻ ആവശ്യമില്ലാത്ത 0 പോയി 1, 2, 3 ആയി. നാളെ ആദ്യം 0 ആവാം. അത് വലിയ പ്രശ്നമാണ്. മുഖ്യമന്ത്രി പിന്നാലെ പോകുന്നത് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പൊ അത് ഒരു സന്ദേശമാണ് ജനങ്ങളുടെ. ഈ ദുർഭരണത്തിനെ മാറ്റാനുള്ള ആഗ്രഹവും ഒരു പുതിയ ഒരു രീതിയിലത്തെ ഭരണം കാണാൻ അവരാഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.